ത്തിൽ അപ്രതീക്ഷിതമായി നടന്ന ഒരു നീക്കമായിരുന്നു ഹരിയാനയിൽ ഉണ്ടായിരുന്നത്. ഹരിയാനയിൽ ബി.ജെ.പി. ജെ.ജെ.പി. സർക്കാർ നിലംപതിക്കുകയും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പുതിയ സർക്കാർ ചുമതലയേൽക്കുകയും ചെയ്തു. ഇന്നലെയായിരുന്നു ഹരിയാനയിൽ നയാബ് സിംഗ് സൈനി സർക്കാർ ചുമതലയേറ്റത്. ഇന്ന് ഈ സർക്കാർ വിശ്വാസ വോട്ട് തേടും. എം.എൽ.എമാരുടെ പിന്തുണ ബി.ജെ.പി. കൃത്യമായി പറയുന്നുണ്ട്. കൃത്യമായി ഭൂരിപക്ഷം സർക്കാരിനുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടെ ഭാവി പരിപാടികൾ പ്രഖ്യാപിക്കാൻ ജെ.ജെ.പിയുടെ റാലി ഇന്ന് ഹിസാറിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് ചർച്ചകളാണ് ഇത്തരത്തിൽ സഖ്യം പിരിയാനെന്ന് പറയുമ്പോൾ പോലും കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കവും ലക്ഷ്യവുമൊക്കെ ഹരിയാനയിൽ ബി.ജെ.പിക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി പുതിയ മുഖ്യമന്ത്രി ചുമതലയേറ്റു. ഈ മന്ത്രിമാരുടെ കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണയിലേക്കോ തീരുമാനത്തിലേക്കോ ഒക്കെ എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ചർച്ചകളും നീക്കങ്ങളും എപ്രകാരമാണ്? അഭിലാഷ്, 24 മണിക്കൂറിനിടെ വലിയ നാടകീയ സംഭവവികാസങ്ങൾക്കാണ് ഹരിയാന സാക്ഷ്യം വഹിച്ചത്. പ്രത്യേകിച്ച് മനോഹർലാൽ ഖട്ടർ മാറി നയാബ് സൈനി മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. ഇന്ന് ഏതായാലും വിശ്വാസ വോട്ട് തേടുകയാണ് നയാബ് സൈനി. 11 മണിക്കാണ് വിശ്വാസ വോട്ട് തേടുക. ഇതിനായി പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. 90 അംഗ നിയമസഭയിൽ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. 41 അംഗങ്ങളുടെ പിന്തുണയാണ് ബി.ജെ.പിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ജെ.ജെ.പിയുടെ 10 അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഭരിച്ചിരുന്നത്. ഒപ്പം 5 സ്വതന്ത്രരും ലോക്ഹിത് പാർട്ടിയുടെ എം.എൽ.എയുടെ പിന്തുണയും സർക്കാരിനുണ്ട്. പക്ഷേ സർക്കാർ ഇപ്പോഴും വ്യക്തമാക്കുന്നത് 48 പേരുടെ പിന്തുണ ഉണ്ട് എന്നാണ്. 41 ബി.ജെ.പി. അംഗങ്ങൾ, ഒപ്പം സ്വതന്ത്രരായ 6 പേരുടെ പിന്തുണ, അങ്ങനെ 47. ഒപ്പം തന്നെ ലോഹിത് പാർട്ടിയുടെ എം.എൽ.എ, അങ്ങനെ 48 അംഗങ്ങളുടെ പിന്തുണ വരുമ്പോൾ ഭൂരിപക്ഷം തെളിയിക്കുക ബി.ജെ.പി. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ കാര്യമല്ല. പക്ഷെ അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം 4 വർഷം ഈ സർക്കാരിനൊപ്പം ഉണ്ടായിരുന്ന ഉപമുഖ്യമന്ത്രി പദം വരെ കൈയാളിരുന്ന ജെ.ജെ.പിയിലെ 5 എം.എൽ.എമാർ ഇപ്പോൾ ആ പാർട്ടിക്കൊപ്പം ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതായത് ഈ 5 പേരും ബി.ജെ.പിയോടൊപ്പം നിൽക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇന്നിപ്പോൾ ജെ.ജെ.പിയുടെ റാലി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ റാലിയിലും ഈ 5 എം.എൽ.എമാർ പങ്കെടുക്കുന്നതിനെ കുറിച്ച് പാർട്ടിക്ക് പോലും ഒരു വ്യക്തതയില്ല. 5 എം.എൽ.എമാർ ഏതായാലും പങ്കെടുക്കും, ബാക്കിയുള്ള 5 പേർ പങ്കെടുക്കുമെന്ന കാര്യം അറിയില്ല എന്നാണ് ഇപ്പോൾ ജെ.ജെ.പി. നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസകരമില്ല. സർക്കാർ പ്രത്യേകിച്ച് 4 വർഷം പൂർത്തിയാക്കിയ സർക്കാരാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസ വോട്ട് തേടുക ഒട്ടും പ്രയാസമുള്ള കാര്യവുമല്ല. ഏതായാലും മന്ത്രിസഭാ വികസനം അടക്കമുള്ള കാര്യങ്ങൾ അടുത്ത പ്രത്യേകിച്ച് ഫ്ലോർ ടെസ്റ്റിന് ശേഷം നടത്തുമെന്നാണ് ഇപ്പോൾ ബി.ജെ.പി. നേതാക്കൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല ബി.ജെ.പിയോട് കൃത്യമായ രാഷ്ട്രീയം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് മനോഹർലാൽ ഖട്ടറായിരുന്നു ആ സംസ്ഥാനത്തെ ആദ്യ ബി.ജെ.പി. മുഖ്യമന്ത്രി. അതുവരെ ജാട്ടുകൾക്ക് ഭൂരിപക്ഷം, ജാട്ടുകളായിരുന്നു ഭൂരിപക്ഷം മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നെങ്കിൽ ജാട്ടിതര വിഭാഗത്തിനാണ് ഖട്ടറിനെ അങ്ങനെ ഒരു പരീക്ഷണം അവിടെ ബി.ജെ.പി. നടത്തിക്കൊണ്ട് ജാട്ടിതര വോട്ടുകൾ ഏകീകരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായി കാണാം സൈനിയുടെ മുഖ്യമന്ത്രി പദം. പ്രത്യേകിച്ച് ഒ.ബി.സി. വിഭാഗത്തിനുള്ള നേതാവാണ് സൈനി. അങ്ങനെ രാജ്യത്തെ 12ാമത്തെ ബി.ജെ.പിയുടെ 12ാമത്തെ ഒ.ബി.സി. മുഖ്യമന്ത്രിയായി സൈനി വരുമ്പോൾ, പ്രത്യേകിച്ച് ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം ആയുധമാക്കുമ്പോൾ അതേ വിഭാഗത്തിൽ പ്രത്യേകിച്ച് ഒ.ബി.സി. വിഭാഗത്തിലുള്ള ഒരു നേതാവിനെ കൂടി മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് അതിന് തിരിച്ചടി നൽകുകയാണ് ബി.ജെ.പി. അത്തരം രാഷ്ട്രീയ വാർത്തകൾ, അതായത് ഇന്ന് ദേശീയ തലത്തിൽ ശ്രദ്ധേയമാകുന്ന രാഷ്ട്രീയ വാർത്തകളുടെ ഒരു സംഗ്രഹം ആണ് ഇപ്പോൾ രാകേഷ് പങ്കുവച്ചത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്